എന്നാൽ LDC സിലബസിൽ എന്തില്ല? കുറച്ച് കാര്യങ്ങളില്ല. ഈ കാര്യങ്ങൾ പക്ഷേ LPUP സിലബസിലുണ്ട്. LDCക്ക് 5 മാർക്ക്, LPUPക്ക് 2 മാർക്ക്, 2 മാർക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ LPUPയുടെ കൂടെ LDCയും കൂടെ നോക്കിയാൽ കിട്ടുമോ? എന്താണ് അഭിപ്രായം? എങ്ങനെയാണ് പഠിക്കേണ്ടത് നോക്കാം. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് സമയമെടുക്കും. ഈ സമയം കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതനുസരിച്ചുള്ള ഈ ഒരു സിലബസ് ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചാൽ മതി. ഓക്കെ. കാരണം ഇവിടെ പല ആളുകളുടെയും ചിന്ത, ആദ്യം തിരുത്തേണ്ട കാര്യം ഇതാണ്. ഒന്നാമത്, പണ്ടൊക്കെ കേട്ട് പരിചയമുള്ള ആൾക്കാർക്കറിയാം LPUP പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ LDC അങ്ങോട്ട് കിട്ടുമായിരുന്നു. കാരണം എന്താ, അന്ന് LPUPയുടെ സിലബസ് അല്ലെങ്കിൽ LDCയുടെ സിലബസ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക സിലബസ് ഉണ്ടായിരുന്നില്ല. LPUP പരീക്ഷകൾ കുറച്ചുകൂടെ ടഫായിരുന്നു, നല്ല ഡെപ്തിൽ ചോദിക്കുമായിരുന്നു. അപ്പോൾ ആ ഡെപ്തിൽ പഠിക്കുമ്പോൾ, അതിന് കണക്കാക്കി പഠിക്കുമ്പോൾ ഓൾറെഡി LDCയും അതിൻ്റെ കൂടെ അങ്ങോട്ട് കിട്ടുമായിരുന്നു. അത് വിചാരിച്ച് ഇപ്പോൾ LPUP നോക്കിയാൽ LDC കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്, കിട്ടില്ല, ഉറപ്പായിട്ട് കിട്ടില്ല. കാരണം ഇപ്പോൾ പ്രത്യേക സിലബസ് ഉണ്ട്. LPUP പരീക്ഷയുടെ സിലബസിനേക്കാളും വലിയ സിലബസാണ് LDCയുടെ സിലബസ്. LPUP സിലബസിൽ ഇല്ലാത്ത എത്രയോ ഏരിയകൾ LDCയിലുണ്ട്. മനസ്സിലായില്ലേ? ഇനി ചില കാര്യത്തിൽ LPUP സിലബസിൽ കുറച്ചധികമുള്ള ഏരിയകൾ, കുറച്ച് മാത്രമുള്ള ഏരിയകളും ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ LDCയുടെ GK സിലബസ് ഏരിയയാണ് LPUPനേക്കാളും എത്രയോ വലുത്. അതുകൊണ്ട് LPUP നോക്കിയാൽ LDC കിട്ടണം നിർബന്ധമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് 2025 മെയ് 31 ഒരു മലപ്പുറം ജില്ല എടുക്കുകയാണെങ്കിൽ അവിടെ LPSA റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 2028 മെയ് 31 അതായത് മെയ് തീർന്നല്ലോ, ജൂണോടുകൂടി ആയിക്കോട്ടെ, അതായത് 6-ാം മാസത്തോടുകൂടി എന്ത് വരും? LPSA റാങ്ക് ലിസ്റ്റ് വരും. അത് കഴിഞ്ഞ് കൃത്യം 2 മാസം കഴിഞ്ഞാൽ എന്ത് വരും? LDC റാങ്ക് ലിസ്റ്റ് വരും. പിന്നെ 2 മാസം കഴിഞ്ഞാൽ എന്ത് വരും? UPSA റാങ്ക് ലിസ്റ്റ് വരും. ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്ന ക്രമം. അപ്പോൾ UP മാത്രമുള്ളവർ, LP ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, UPSA എഴുതുന്ന ആളുകൾക്ക് അതിന് മുമ്പ് തന്നെ, രണ്ടും കിട്ടുകയാണെങ്കിൽ പോലും അതിൻ്റെ 2-3 മാസം മുമ്പ് തന്നെ എന്ത് കയറാൻ പറ്റും? LDC ആയിട്ട് കയറാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ LDC ആയിട്ട് കയറാൻ പറ്റും. ഇനി UPSAയിലെ റാങ്ക് ഇത്തിരി പിറകിലോട്ടാണ് വെക്കുക, ഒരു 50 അല്ലേ, അങ്ങോട്ടൊക്കെ 100 അതിന് പിറകിലോട്ടൊക്കെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ച് ഡിലേ വരുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം LDC ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ LP-UP ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടിലും റാങ്ക് ഒന്നിത്തിരി പിറകിലോട്ടാണെങ്കിൽ ഇതിനിടയിൽ വരുന്ന LDCയിൽ റാങ്ക് ഉറപ്പിക്കാൻ പറ്റും. പരീക്ഷ നടക്കാൻ പോകുന്ന ഏകദേശം ഒരേ സമയത്തായിരിക്കും. നവംബർ ഡിസംബറിൽ രണ്ടും വിളിക്കും. പരീക്ഷ നടക്കാൻ പോകുന്നത് ഏകദേശം ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും. ഇതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് ചിലപ്പോൾ LD ആയിരിക്കും തൊട്ട് മുന്നേ നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പരീക്ഷണത്തിനുള്ള അവസരം കിട്ടും, ഒരു യഥാർത്ഥ പരിശീലനത്തിനുള്ള അവസരം കിട്ടും. ഇനി UP തന്നെയായിരിക്കുമല്ലോ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് LP അല്ലെങ്കിൽ UP തന്നെയായിരിക്കും അന്തിമ ലക്ഷ്യം. അപ്പോൾ അതാണെങ്കിൽ പോലും അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട അതിനേക്കാൾ നിലവാരത്തിൽ ഒരു പരീക്ഷ എഴുതാനുള്ള സാഹചര്യം കൂടെ കിട്ടും. അത് നിങ്ങൾക്ക് യഥാർത്ഥ പരീക്ഷയിൽ ഗുണകരമായിട്ട് മാറും. നിങ്ങളുടെ LPയിലും UPയിലും നിങ്ങൾക്ക് അത് ഗുണകരമായിട്ട് മാറും. അതുകൊണ്ട് എന്ത് തന്നെയായാലും ഒരുമിച്ച് നോക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. ഇന്ന് അത് ചിന്തിക്കുന്ന കുറേ പേരുണ്ട് താനും. കാരണം പ്രത്യേകിച്ചും റാങ്ക് ലിസ്റ്റിൽ അല്ലേ ഒഴിവുകളുടെ എണ്ണം വരാത്തതിനാൽ നിയമനം നടക്കാത്ത അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ പലരും ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. അന്ന് ഇതിൻ്റെ കൂടെ ഞാൻ LDയും കൂടിയും പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ LD എങ്കിലും കിട്ടിയേനെ, ഇത് കുറച്ച് വൈകി കഴിഞ്ഞാലും LD കിട്ടിയായിരുന്നു, അത്രയും കാലം വർക്ക് ചെയ്യായിരുന്നു, അത്രയും കാലം സർവീസ് ഉണ്ടായിരുന്നു എന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പഠനം നിങ്ങൾ നിർബന്ധമായിട്ട് നടത്തുക. കാരണം ഇത്രയും നന്നായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ പിന്നെ എന്തിന് മറ്റുള്ളത് വേണ്ടെന്ന് വെക്കണം? ഓക്കെ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം നമുക്ക് രണ്ടിനുള്ള പൊതുവായിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആ ഏരിയകളിൽ ഓരോന്നിനുള്ള മാർക്ക് എത്ര, ഏത് സിലബസാണ് അവിടെ പഠിക്കേണ്ടത്, അതിനനുസരിച്ച് നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് എടുത്തേച്ചാൽ മതി. എന്നിട്ട് അങ്ങ് ഒട്ടിച്ച് വെക്കുക. LDC സിലബസ് ആയിരിക്കും മിക്കയിടത്തിലും വേണ്ടി വരിക. ചരിത്രം LDCൻ്റെ ഏരിയയും എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ LP-UP എന്നുള്ള കുറച്ച് ഏരിയകൾ എഴുതി ചേർത്താൽ മതി. അപ്പോൾ എന്തായി? മൊത്തത്തിൽ LDCയും LP-UPയും മുഴുവൻ മാർക്ക് നേടാനുള്ള സിലബസായി. LDCക്ക് ചരിത്രത്തിൽ 5 മാർക്കാണ്, LP-UPക്ക് ചരിത്രത്തിൽ 10 മാർക്കാണ്. 10 മാർക്ക് ഉണ്ട്, പക്ഷേ ഏരിയ കുറവാണ്. 5 മാർക്കാണ്, പക്ഷേ ഏരിയ വളരെ കൂടുതലാണ്. ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, ലോക ചരിത്രം ഉണ്ട്. ഇവിടെ ലോക ചരിത്രം ആകെ നദീതട സംസ്കാരങ്ങൾ മാത്രമേ LP-UPയിലുള്ളൂ, അതിവിടെ ഇല്ല. LDCയിൽ നദീതട സംസ്കാരങ്ങൾ പഠിക്കാനില്ല. അതേപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയൊക്കെ കുറച്ച് മാത്രമാണ് LP-UP പഠിക്കാനുള്ളൂ. മനസ്സിലായില്ലേ? കേരള ചരിത്രത്തിൽ കേരള നവോത്ഥാനം, ദേശീയ പ്രസ്ഥാനം വിശദമായിട്ട് പഠിക്കാനുണ്ട് LP-UPയിൽ. പക്ഷേ LDCയിൽ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ എന്ത് മുതലുണ്ട്? കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനം മുതൽ 1956 ശേഷമുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം വരെ
ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ LDC സിലബസാണ് വലുത്. അതുകൊണ്ട് LDC സിലബസ് അടിസ്ഥാനമാക്കുക. എന്നിട്ട് LP-UP വേണ്ടിയിട്ട് ഇതിനോടൊപ്പം പഠിക്കേണ്ട ഏതൊക്കെ ഭാഗങ്ങളാണ് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന്, നദീതട സംസ്കാരങ്ങൾ, ഇതിവിടെ ഇല്ല. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, അതിവിടെ ഈ സിലബസിൽ നിങ്ങൾ പഠിക്കില്ല. ബ്രിട്ടീഷുകാരുടെ ആഗമനം ഉണ്ട്, യൂറോപ്യന്മാരുടെ ആഗമനം മൊത്തം ഉണ്ട്, പക്ഷേ ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ എന്ന് പറഞ്ഞ ഹെഡിങ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ പഠിക്കണമെന്നില്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതലേ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പഴശ്ശി വിപ്ലവവും വേലുത്തമ്പിയും അതേപോലെ തന്നെ പാലിയത്തച്ഛൻ്റെ ഈ സമരങ്ങൾ, കുറിച്യർ കലാപം, ഇതൊക്കെ അവിടെ പ്രത്യേകം നോക്കി വെക്കേണ്ടതുണ്ട്, ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് നിങ്ങൾ LDC പഠിക്കാനുണ്ട്. ഓക്കെ, അവിടെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും പഠിക്കാനുണ്ട്. അതുകൊണ്ട് LP-UP വേണ്ട ഗാന്ധിജി അവിടെ ക്ലിയർ എന്ത് ചെയ്യും, നന്നായിട്ട് നിങ്ങൾ പഠിക്കപ്പെടും. പക്ഷെ അവിടെ ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും പ്രത്യേക സിലബസിൽ കൊടുത്തിട്ടില്ല. വിപ്ലവകാരികളുടെ ഒക്കെ കൂട്ടത്തിൽ ഭഗത് സിംഗിനെ കുറിച്ചൊക്കെ പഠിക്കുമെങ്കിലും അങ്ങനെ സിലബസിൽ പ്രത്യേകം കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഇത് പ്രത്യേകം ഊന്നൽ നൽകി പഠിക്കുക. അതോടുകൂടി ചരിത്രം കംപ്ലീറ്റ് ആയി. 5 മാർക്ക് LDC, 10 മാർക്ക് LP-UP. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത സിലബസ്. ഇതേപോലെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ ഏരിയകളുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. ഇതിൽ ഈ സിലബസ് ഞാൻ ഇങ്ങനെ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം പോകുന്നില്ല. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. LDCയും ഡൗൺലോഡ് ചെയ്യുക, LP-UPയും ഡൗൺലോഡ് ചെയ്യുക, അടിച്ചു കൊടുത്താൽ കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ പേസ്റ്റ് ചെയ്യുക. ചരിത്രത്തിൻ്റെ കാര്യത്തിൽ LDC സിലബസിലെ ചരിത്രം ക്രോപ്പ് ചെയ്തെടുക്കുക, അതിൻ്റെ കൂടെ ഇത്രയും ടോപ്പിക് എഴുതി ചേർക്കുക. ഓക്കെ, അപ്പോൾ ചരിത്രമായി. ഓക്കെ, അതാണിത് LDCയുടെ ചരിത്രം, കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം. ഇത്രയും വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട്. അതിൻ്റെ കൂടെ അതിനേക്കാൾ വലിപ്പമുണ്ടല്ലോ ഇത് എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതിലൊന്നുമില്ല. കാര്യത്തിൽ കേരള ചരിത്രത്തിൽ ആദ്യകാല കലാപങ്ങളുണ്ട്, നവോത്ഥാനമുണ്ട്, ദേശീയ പ്രസ്ഥാനമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കണ്ടോ, ആകെ ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള SCERT ചാപ്റ്ററുകൾ കംപ്ലീറ്റ് തന്നെ പഠിക്കണം. ആ ചാപ്റ്ററുകളിൽ നിങ്ങൾ ഇതിൽ എടുത്തു പറഞ്ഞിട്ടില്ലാത്ത വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കണം. അവിടുത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും പഠിക്കണം. ഇത്രയാണ് ഇന്ത്യ ചരിത്രം. പിന്നെ ലോക ചരിത്രം കണ്ടോ, നദീതട സംസ്കാരങ്ങൾ മാത്രം. ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ അവിടെ നിന്നുള്ള കറണ്ട് അഫേഴ്സ് 2. അങ്ങനെയാണ് 8+2 10 മാർക്ക് ചരിത്രത്തിൽ. ഇവിടെ നിന്നുള്ള കറണ്ട് അഫേഴ്സ് എല്ലാ പരീക്ഷകളിലും ചോദ്യങ്ങൾ വരുന്നത് ഇവിടെ നല്ല ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് എവിടെ നിന്നാണത്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ LP-UPയിൽ കറണ്ട് അഫേഴ്സ് ഈ ഒരു ഏരിയയിൽ വരാറുള്ളത്. പിന്നെ ഓരോ വിഭാഗത്തിലും അവിടെയും കറണ്ട് അഫേഴ്സ് 2 മാർക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയുള്ള കറണ്ട് അഫേഴ്സ് അങ്ങനെയുള്ള പരീക്ഷകൾ വരികയും ചെയ്യും. അപ്പോൾ ചരിത്രത്തിൻ്റെ കാര്യം ഇതാ. അപ്പോൾ ഇതേപോലെ ഭൂമിശാസ്ത്രം LDCക്ക് 5 മാർക്ക്, LP-UPക്ക് 2 മാർക്ക്, 2 മാർക്ക്. അതായത് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിങ്ങളിപ്പോൾ കണ്ടില്ലേ അവിടെ എന്താ, ചരിത്രം 10 മാർക്ക്, അതേപോലെ ഭൂമിശാസ്ത്രവും എക്കണോമിക്സും പൊളിറ്റിക്സും സോഷ്യോളജിയും എല്ലാം കൂടെ 5 മാർക്കാണ്. അപ്പോൾ അതിൽ 2 മാർക്ക് ഭൂമിശാസ്ത്രം, 1 മാർക്ക് പൊളിറ്റിക്സ്, 1 മാർക്ക് എക്കണോമിക്സ്, 1 മാർക്ക് സോഷ്യോളജി. ഇങ്ങനെയാണ് പരീക്ഷയിൽ വരാറുള്ളത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വെയിറ്റേജ്. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ LDC സിലബസ് എടുക്കുക, പ്ലസ് എന്തുമാത്രം അഡീഷണൽ പഠിച്ചാൽ മതി, മണ്ണിനങ്ങൾ പഠിച്ചാൽ മതി. LDCൻ്റെ സിലബസ് തന്നെ വലിയ സിലബസാണ്. പൊതുഭൂമിശാസ്ത്രമുണ്ട്, കേരള ഭൂമിശാസ്ത്രമുണ്ട്, ഇന്ത്യൻ ഭൂമിശാസ്ത്രമുണ്ട്, വിശദമായിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ LP-UPയുടെ ഭൂമിശാസ്ത്രത്തിൻ്റെ സിലബസ് കണ്ടാൽ നിങ്ങൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എത്രയോ മടങ്ങ് ഇവിടെ പഠിക്കാനുണ്ട്, ഒരു 10 മടങ്ങിൽ പരം പഠിക്കാനുണ്ട്. ഇവിടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി അത് പഠിക്കാനുണ്ട്. പിന്നെ കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗ്ഗങ്ങൾ, അന്തരീക്ഷ ഘടന, ഇതൊക്കെ ഇവിടെ പലയിടത്തിലായിട്ട് നിങ്ങൾക്ക് കാണാം. ഗതാഗത മാർഗ്ഗങ്ങൾ കാണാം, നദികൾ കാണാം, കാലാവസ്ഥ കാണാം. പക്ഷെ മണ്ണിനങ്ങൾ എന്ന് പറഞ്ഞ പ്രത്യേകം എഴുതി ചേർത്ത കാണില്ല. ചില പരീക്ഷകൾ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ സ്വാഭാവിക സസ്യപ്രകൃതിയുണ്ട്. അപ്പോൾ സസ്യങ്ങൾ വളരുന്ന മണ്ണിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ മണ്ണിനങ്ങൾ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ഒന്ന് മെയിനായിട്ട് എടുത്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ LDC പ്ലസ് LP-UP ആയി. എന്തായി, 5+2 7 മാർക്കായി, 2നും കൂടെ. ഇനി എക്കണോമിക്സ് ഉണ്ട് നോക്കാം. സാമ്പത്തിക ശാസ്ത്രം LDCക്ക് 5 മാർക്ക് തന്നെയാണ്, LP-UPക്ക് 1 മാർക്കാണ്. വളരെ കുറച്ച് മാത്രമേ LP-UPക്ക് ഉള്ളൂ. LDCയുടെ സിലബസാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ അവിടെ LP-UPക്ക് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. LP-UPയുടെ സിലബസിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ കാര്യം ഒന്ന് നന്നായിട്ട് പ്രാധാന്യം കൊടുത്താൽ മതി. കാരണം LDC സിലബസിൽ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നുള്ളൊരു ഹെഡിങ് ഉണ്ട്. ആ ധനകാര്യ സ്ഥാപനങ്ങളിൽ ബാങ്കിങ്ങും നോൺ ബാങ്കിങ്ങും വരും. അതെല്ലാം കൂടെ ചേർന്നാണ് ആ ടോപ്പിക്ക്. അവിടെ ആ ബാങ്കിങ് എന്നുള്ള ഏരിയ മാത്രമാണ് നിങ്ങൾക്ക് LP-UPയിൽ പഠിക്കാനുള്ളൂ. ഇവിടെ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് ഇങ്ങനെ തുടങ്ങി ഹരിത വിപ്ലവം വരെ ടോപ്പിക് ഉണ്ട്. ഇവിടെ ഇതാ കണ്ടോ, ബാങ്കുകൾ മാത്രം. അതിൽ റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ബാങ്ക് ദേശസാൽക്കരണം, ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു ഭാഗം മാത്രം. കാരണം 1 മാർക്കേ ഉള്ളൂ, അതാണ് 1 മാർക്കിനെ ചോദിക്കുള്ളൂ. അതുകൊണ്ട് എക്കണോമിക്സ് വളരെ
കുറവാണ്. യെസ്. ഇനി ഭരണഘടനയുടെ കാര്യം എടുക്കാം. അപ്പം 5+1 6 മാർക്ക് എക്കണോമിക്സ്. ദെൻ ഭരണഘടനയാണെങ്കിൽ ഇതേപോലെ തന്നെ 5 മാർക്കാണ് LDCക്ക് ഉള്ളത്. LP-UPക്ക് ഇതേപോലെ 1 മാർക്കാണ്, ഒറ്റ മാർക്കാണ്. അതിൽ LDC സിലബസ് ആണ് പഠിക്കേണ്ടത്. വളരെ വലിയ സിലബസ് ആണ് LDCക്ക് ഉള്ളത്. ദെൻ LP-UPയിൽ പ്രത്യേകം ഇത് മാത്രം നോക്കിയാൽ മതി. കാരണം ബാക്കിയുള്ള LP-UP സിലബസിലുള്ളതൊക്കെ ഈ LDC സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഭരണഘടനയുടെ സവിശേഷതകൾ കൂടെ നോക്കുക. അടിസ്ഥാന സവിശേഷതകൾ അങ്ങനെ LDCയിൽ നിങ്ങൾ പഠിക്കാറില്ല. കാരണം ഭരണഘടന നിർമ്മാണ സമിതി മുതൽ അങ്ങോട്ടേക്കാണ് സിലബസിലുള്ളത് എന്നുള്ളതുകൊണ്ട് അതങ്ങോട്ട് പഠിച്ചു പോകും. അടിസ്ഥാന സവിശേഷതകൾ നോക്കില്ല. ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ആമുഖം, മൗലികാവകാശങ്ങൾ, കടമകൾ, മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, അതൊക്കെ സവിശേഷതകൾ വരുന്നതാണ്. പക്ഷെ ഇതല്ലാതെയുള്ള അടിസ്ഥാന സവിശേഷതകളുണ്ട്. അത് LP-UPയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം തന്നെ നോക്കി വെച്ചാൽ LDC പ്ലസ് LP-UP സിലബസായി എത്ര മാർക്കായി? 5+1 6 മാർക്കായി. ഇതാണ് LDCയുടെ സിലബസ്. വളരെ വലിയ സിലബസാണ്. പക്ഷേ അതിൽ LP-UPയുടെ സിലബസിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതകൾ. ഇത് മാത്രമേ ഇതിലില്ലാത്തതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ആമുഖം അവിടെ കാണാം, നിങ്ങൾക്ക് മൗലികാവകാശങ്ങൾ കാണാം, മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ കാണാം, മൗലിക കടമകൾ, ബാക്കിയുള്ള ഈ സാധനങ്ങളൊക്കെ കാണാം. ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, ആ ഘടകങ്ങൾ പ്രത്യേകം എടുത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഘടകങ്ങളിൽ ഈ ഘടകങ്ങളൊക്കെ പഠിക്കും. 3 വിഭാഗങ്ങളുണ്ടല്ലോ, ആ 3 വിഭാഗങ്ങളും പഠിക്കും. ഓക്കെ. ഇനി ഫിസിക്സിൻ്റെ കാര്യം. ഇതുവരെയുള്ള കളിയിൽ എവിടെയായിരുന്നു സിലബസിൽ കൂടുതൽ? LDCയിലായിരുന്നു. ഇവിടെ മാറ്റം വരുന്നു. കാരണം സയൻസിന് 26 മാർക്കും 19 മാർക്ക് സോഷ്യൽ സയൻസുമാണ് LP-UP സിലബസിൽ. 45 മാർക്കാണ് ടോട്ടൽ. ബേസിക് സയൻസും സോഷ്യൽ സയൻസും 26 മാർക്ക്. അതായത് ഇവിടെ നിന്നുള്ള 20 പ്ലസ് 6 കറണ്ട് അഫേഴ്സ് ഇവിടെ നിന്ന് തന്നെ വരും. അതടക്കം 26. ഇവിടെ 15 സോഷ്യൽ സയൻസ് പ്ലസ് 4 കറണ്ട് അഫേഴ്സ് അവിടെ നിന്നും, അങ്ങനെ 19. ഇതാണ് LP-UP സിലബസിലുള്ളത്. ഇവിടെ തന്നെ കണ്ടറിയാലോ LP-UPയിൽ സയൻസിന് ഇത്തിരി പ്രാധാന്യം കൂടുതലുണ്ട് എന്നുള്ള കാര്യം. അതേപോലെ തന്നെയാണ് LP-UPയുടെ സിലബസിൽ സയൻസിന് ഇത്തിരി പ്രാധാന്യം കൂടുതലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്ന SCERT പാഠപുസ്തകങ്ങൾ അതേപോലെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ 5 മുതൽ 10 വരെയുള്ള ഒരുവിധം എല്ലാ സിലബസ് ഏരിയകളും അവിടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ LDC സിലബസിൽ എന്തില്ല? കുറച്ച് കാര്യങ്ങളില്ല. ഈ കാര്യങ്ങൾ പക്ഷേ LP-UP സിലബസിലുണ്ട്. അതുകൂടെ പഠിക്കണം. അപ്പോൾ LDC സിലബസിനേക്കാൾ വലുതാണ് ഇവിടെ. അതുകൊണ്ട് LDC സിലബസ് കംപ്ലീറ്റ് പഠിക്കണം. പ്ലസ് എന്താണ്? സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹ ഫലങ്ങൾ എന്നുള്ള ആ ഒരു സാധനം, വൈദ്യുതോർജ്ജം. ഇവിടെ സിലബസിൽ നിങ്ങൾക്ക് ഊർജ്ജരൂപങ്ങൾ, ഊർജ്ജ പരിവർത്തനമൊക്കെ പഠിക്കും. അപ്പോൾ ഒരു ഊർജ്ജരൂപമാണ് വൈദ്യുതോർജ്ജം എന്നുള്ള രീതിയിൽ അത് മാത്രം പഠിക്കും. പക്ഷെ അങ്ങനെയുള്ള വൈദ്യുതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പരീക്ഷയിൽ വരാറില്ല LDC പോലെയുള്ളതിൽ. പക്ഷേ LP-UP അതല്ല, സ്ഥിതി ഒരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാനുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതങ്ങനെ തന്നെ പഠിക്കണം. അതേപോലെ മറ്റൊരു ഊർജ്ജരൂപമാണ് കാന്തികോർജ്ജം, കാന്തികോർജ്ജം. പക്ഷെ അവിടെ ചോദിക്കാറില്ല, കാരണം ആ സിലബസ് ഏരിയയിൽ ഇല്ല. ഓക്കെ. അപ്പോൾ ഇവിടെ കാന്തികത, വൈദ്യുത കാന്തിക ഫലം, വൈദ്യുത കാന്തിക പ്രേരണം അങ്ങനെ തന്നെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പഠിക്കണം. അപ്പോൾ LDC സിലബസ് വെട്ടുക, അതിൻ്റെ കൂടെ LP-UP ഒട്ടിക്കുക. പക്ഷേ ഇവിടെ LP-UP അല്ലേ വലുതെന്നാൽ പിന്നെ LP-UP സിലബസ് പഠിച്ചാൽ പോരെ എന്ന് വിചാരിച്ചാൽ പ്രശ്നമാണ്. കാരണം എന്താ? LDC സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങോട്ട് മിസ്സായി പോകും. അതുകൊണ്ട് LDC സിലബസ് നിർബന്ധമാണ് കേട്ടോ. പിന്നെ പ്രകാശം എന്നുള്ള ടോപ്പിക്ക് LDC പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പ്രകാശ മലിനീകരണം കൂടെ മനസ്സിലാക്കുക. ദെൻ ഊർജ്ജ രൂപങ്ങളും ഊർജ്ജ പരിവർത്തനമൊക്കെ LDC സിലബസിൽ പഠിക്കും. അവിടെ ഊർജ്ജ പരിപാലനം കൂടെ പഠിക്കാം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് ആയി. അത് LDCയിൽ 3 മാർക്ക്, LP-UPയിൽ 7 മാർക്ക്, അങ്ങനെ 10 മാർക്കായി. ഇതേപോലെ തന്നെയാണ് കെമിസ്ട്രിയുടെ കാര്യവും. കുറച്ച് കൂടുതലായിട്ട് കെമിസ്ട്രിയിലുണ്ട്. ഓക്കെ. ഇത് എന്താണ്? ഫിസിക്സിൻ്റെ LDC സിലബസാണ്. 8 മൊഡ്യൂളുകളാണ്. ദെൻ LP-UP സിലബസിൽ അളവുകൾ, യൂണിറ്റുകൾ മുതൽ ഊർജ്ജ പരിപാലനം വരെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അവിടെ ഉണ്ട്. അളവുകൾ, യൂണിറ്റുകളും LDCയിലുണ്ട്. ചലനമുണ്ട്, ശബ്ദമുണ്ട്, ബലം, ഊർജ്ജം, പ്രവൃത്തി, പവർ ഉണ്ട്, ഗുരുത്വാകർഷണം ഉണ്ട്. ദെൻ ബലങ്ങളുടെ കൂട്ടത്തിൽ ദ്രവബലങ്ങൾ അവിടെ പഠിക്കും. പക്ഷെ അത് നല്ല പ്രാധാന്യം കൊടുത്ത് പ്രത്യേകം പഠിക്കണം കേട്ടോ. പിന്നെ ഇതാണ് അവിടെ ഇല്ല എന്ന് പറഞ്ഞ ഏരിയ, സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി. പിന്നെ ഈ കാന്തികതയും ബാക്കിയുള്ളതൊക്കെ അവിടെ ഉണ്ട്. പ്രകാശം അവിടെ ഉണ്ട്. കാഴ്ച, പ്രകാശ പ്രകീരണം, പ്രകാശ വിസരണം, ഈ പ്രകാശ മലിനീകരണം പ്രത്യേകം നോക്കുക. പിന്നെ ഊർജ്ജ പരിപാലനം. ഇതാണ് വ്യത്യാസം കേട്ടോ. ഇതേപോലെയാണ് കെമിസ്ട്രിയുടെ കാര്യം. LDCക്ക് 3 മാർക്ക്, LP-UPക്ക് 7 മാർക്ക്. അവിടെയും LDC സിലബസ് എടുക്കുക. പ്ലസ് അവിടെ LDC സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ലാത്ത ചില ഏരിയകൾ നോട്ട് ചെയ്ത് വെക്കുക. വൈദ്യുത രസതന്ത്രം, ഇലക്ട്രോ കെമിസ്ട്രി. ഇവിടെ ബോയിൽ നിയമങ്ങൾ, വാതക നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം എന്നൊക്കെ പറഞ്ഞ നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ചാപ്റ്ററിൽ തന്നെയായിരുന്നു മുമ്പ് ഇലക്ട്രോ കെമിസ്ട്രിയിലെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ആ ചാപ്റ്റർ അങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിക്കണം. വൈദ്യുത രസതന്ത്രം.
പിന്നെ ഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് സംയുക്തങ്ങളും അവയുടെ നാമകരണവും ഐസോമറിസവും രാസപ്രവർത്തനങ്ങളൊക്കെ ഓർഗാനിക് കെമിസ്ട്രി എവിടെ ഇല്ല? LDC സിലബസിൽ ഇല്ല. ഇതും കൂടെ ചേർക്കണം LDC സിലബസിൻ്റെ കൂടെ. അപ്പോൾ എന്തായി? അവിടെ നിന്നുള്ള 10 മാർക്കായി. ഈ കാര്യം അഡീഷണൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി സിലബസിൻ്റെ കൂടെ. ഇനി ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് അഥവാ ബയോളജി. ഇത് ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ സിലബസ് ഒന്ന് കാണിച്ചു തരുള്ളൂ. ഇതാണ് LDC സിലബസ്. ആറ്റം, തന്മാത്ര തുടങ്ങിയിട്ട് 3 മൊഡ്യൂളുകളായി കൊടുത്തിരിക്കുന്നു. കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും, പക്ഷേ ഇത് 5 to 10 SCERT കംപ്ലീറ്റ് ഉണ്ട് ഏകദേശം, ഓർഗാനിക് കെമിസ്ട്രി ഒഴികെ. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി പ്രത്യേകം ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്നാൽ ഇവിടെ എന്തുണ്ട്? ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. ഓർഗാനിക് സംയുക്തങ്ങൾ, അവയുടെ നാമകരണവും ഐസോമറിസവും രാസപ്രവർത്തനങ്ങളും പ്രത്യേകം ടോപ്പിക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 10 മാർക്കായേ. ഇനി ബയോളജിയുടെ കാര്യം സെയിം LDC സിലബസ് എടുക്കുക. LDC സിലബസ് എടുത്തിട്ട് അതിൻ്റെ കൂടെ കൃഷി എഴുതി ചേർക്കുക. ഇവിടെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമാണ്. അവിടെ കൃഷിയെക്കുറിച്ച് ചോദിക്കാറുണ്ട്, പക്ഷേ കൃഷി നന്നായിട്ട് തന്നെ പഠിക്കണം. LP-UPയിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, കൃഷി പരിസ്ഥിതി എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. അപ്പോൾ കൃഷി പഠിക്കണം. പിന്നെ കോശങ്ങളും കലകളും. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ശരീരം എന്നുള്ള വലിയ ടോപ്പിക്ക് എവിടെയുണ്ട്? LDC സിലബസിലുണ്ട്. അതിലുള്ളതാണ് കോശങ്ങളും കലകളും, അതേപോലെ തന്നെ എൻസൈമുകൾ, ഹോർമോണുകളൊക്കെ. പക്ഷേ ഹ്യൂമൻ ബോഡി പഠിക്കുമ്പോൾ ഈ ഏരിയകൾ നല്ല പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. അതുകൊണ്ട് പ്രത്യേകം എഴുതി വെച്ചതാണ്. കാരണം അവിടെ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല, ഹ്യൂമൻ ബോഡി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ വരുന്നതാണ് കോശങ്ങളും കലകളും, എൻസൈം, ഹോർമോൺ ഒക്കെ പ്രത്യേകം ഉള്ളതാണ്. ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, ഇങ്ങനെ ഓരോ വ്യവസ്ഥകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ പഠിക്കും. എന്നാലും ഇത് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പ്രത്യേകം എഴുതി ചേർത്തിരിക്കുന്നതാണ്. ദെൻ വർഗീകരണം അവിടെ കാണില്ല, LDC സിലബസിൽ നിങ്ങൾ കാണില്ല. പ്രകാശ സംശ്ലേഷണം പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കും, പക്ഷെ ഞാൻ പ്രത്യേകം ചേർത്തു എന്നേ ഉള്ളൂ. ജനിതക ശാസ്ത്രവും എത്രയോ തവണ LDC ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാം വരുന്നതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ അത് രണ്ടിനും ഇമ്പോർട്ടൻ്റ് ആണ്. LDCക്കും ഇമ്പോർട്ടൻ്റ് ആണ്, LP-UPക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 5 to 10 പാഠപുസ്തകങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരുവിധ എല്ലാ ചാപ്റ്ററുകളും വേണം താനും. പിന്നെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ചില ചാപ്റ്ററുകൾ സെലക്ട് ചെയ്ത് പഠിക്കേണ്ടിയും വരും. ഓക്കെ, അതിൽ വരുന്ന ഏരിയകൾ ഇതാണ്. ജീവശാസ്ത്ര, പൊതുജനാരോഗ്യം LDCക്ക് 6 മാർക്കാണ്. അതിൽ 7 ടോപ്പിക്കാണുള്ളത്. ഹ്യൂമൻ ബോഡി, വൈറ്റമിൻസ് തുടങ്ങി പരിസ്ഥിതി പ്രശ്നങ്ങളും വരെ 7 ടോപ്പിക്കുകളാണ് ഉള്ളത്. ഓക്കെ, ദെൻ ഇവിടെ കണ്ടോ LP-UPയുടെ കാര്യത്തിൽ ഇത്രയും ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര മാർക്കാണ്? 6 മാർക്കാണ്. അപ്പോൾ 7 + 6 13 മാർക്ക് ഈ ഒരു ലൈഫ് സയൻസിൽ ഓർപ്പിക്കാൻ പറ്റും, ആ രീതിയിൽ സിലബസിനെ നോക്കിക്കണ്ടാൽ. ഓക്കെ, ക്ലിയർ. ഇനി കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം. കറണ്ട് അഫയേഴ്സ് LDCയിൽ 20 മാർക്കിനുണ്ട്. LP-UPയിൽ എത്ര മാർക്കിനേ ഉള്ളൂ? 10 മാർക്കിനേ ഉള്ളൂ. പക്ഷേ ഒരു പഠനമാണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത്. നിങ്ങൾ PSC പഠനം തുടങ്ങി അന്ന് മുതൽ പഠിച്ചു പോകേണ്ടതാണ്. പിന്നെ പരീക്ഷ എടുക്കുന്ന സമയത്ത് ഓരോ ടോപ്പിക് ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ള ക്ലാസ്സുകളും കാണണം. മാർക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ LP-UP കുറച്ചുകൂടെ ഒതുക്കമുള്ളതാണ്. LP-UPയിൽ എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 2 വീതം കറണ്ട് അഫയേഴ്സ് വരും. അത് മിക്കവാറും ഒന്ന് നൊബേൽ സമ്മാനം തന്നെയായിരിക്കും, പിന്നെ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സയൻസ് എന്നുള്ളത് തന്നെയാണ് 6 മാർക്ക്, 2, 2, 2 6 മാർക്ക് കറണ്ട് അഫയേഴ്സ് അവിടെ തന്നെയാണ്. പിന്നെ 4 മാർക്ക് സോഷ്യൽ സയൻസാണ്. അതിൽ ഹിസ്റ്ററിയുടെ ഭാഗത്ത് 2 ഉണ്ട്. പിന്നെ ബാക്കി എക്കണോമിക്സ്, ജോഗ്രഫി എല്ലാം കൂടെ ചേർന്നുള്ള ഭാഗത്ത് 2 ഉണ്ട്. പക്ഷേ ഈ 2ന് പകരം ഇവിടെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഉള്ള എന്തെങ്കിലുമൊക്കെയാണ് കൂടുതൽ ചോദിക്കാറുള്ളത്. ഈ 2ൽ ചിലപ്പോൾ എന്തെങ്കിലും എക്കണോമിക്സോ അല്ലെങ്കിൽ ജോഗ്രഫിയോ അല്ലെങ്കിൽ ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ടോ ഒക്കെയുള്ള കറണ്ട് അഫയേഴ്സ് വരും. പിന്നെ അല്ലെങ്കിൽ സ്പോർട്സോ ആർട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കും. ഇങ്ങനെയാണ് LP-UPയുടെ കറണ്ട് അഫയേഴ്സ് കുറച്ച് ഒതുക്കമുള്ളതാണ്. പക്ഷേ LDC കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടെ വിശാലമായിട്ടുള്ളതാണ്, പഠിക്കേണ്ടതാണ്, നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. 20 മാർക്ക് അവിടെ വെയിറ്റേജ് ഉണ്ട്. ചിലപ്പോൾ അതൊരു 14, 15 ഒക്കെ ആയിട്ട് കുറയാറുണ്ട് ചില പരീക്ഷകൾ, കൂടുതൽ പരീക്ഷകളിലും. കാരണം അതെന്ത് ചെയ്യും? ചരിത്രം 5 മാർക്കാണ്, അപ്പോൾ അവിടെ ചിലപ്പോൾ 6 മാർക്കാവും. ഭൂമിശാസ്ത്രം 5 മാർക്കാണ്, അവിടെ ചിലപ്പോൾ 6 മാർക്കാവും. അങ്ങനെ ഓരോ മാർക്ക് അങ്ങോട്ട് കയറിപ്പോവും. അവിടെ കറണ്ട് അഫയേഴ്സ് കുറഞ്ഞിട്ട് അത് 20, 15 ആവാറുണ്ട് ചില പരീക്ഷകളിൽ. ചില പരീക്ഷകളൊക്കെ 20 കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ഇനി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ കാര്യമാണ്. മാത്സിൻ്റെ കാര്യത്തിൽ LDCക്ക് 10, LP-UPക്ക് 15 മാർക്കുണ്ട്. LDC സിലബസിൽ എഴുതി വെക്കുക. പ്ലസ് LP-UP സിലബസിലുള്ള LDCയിൽ ഇല്ലാത്ത കുറച്ച് ഏരിയകളുണ്ട്. ലസാഗു, ഉസാഗ LDC സിലബസിൽ ഇല്ല, പക്ഷെ അത് പഠിക്കും. അതുണ്ടെങ്കിലെല്ലാം അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ലസാഗു, ഉസാഗ, വർഗവും വർഗമൂലവും, മെട്രിക് അളവുകൾ, ഇതൊന്നും LDC സിലബസിൽ ഇല്ല. പിന്നെ ബീജഗണിതം LDC സിലബസിൽ ഇല്ല. സർവ്വസമവാക്യങ്ങൾ, സാംഖ്യകം, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ, ഇതൊന്നും LDC സിലബസിൽ ഇല്ല. ഇത്രയും ചേർക്കണം.
എന്നാലേ അവിടെ പഠനം പൂർത്തിയാകുള്ളൂ. അപ്പം LP-UP സിലബസിൽ പാഠപുസ്തക ബേസ് ചെയ്തിട്ടുള്ള ഒരുവിധ എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ LDC സിലബസിൽ എല്ലാം അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അതാണ് വ്യത്യാസം. ഓക്കെ, കണ്ടോ? സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ മുതൽ പ്രോഗ്രഷൻ വരെ 12 ടോപ്പിക്കുകൾ LDCയിൽ പഠിക്കാനുണ്ട്. ജാമീതി രൂപങ്ങൾ, കൃത്യംഗങ്ങൾ, ഇങ്ങനെ അവസാനത്തെ 3 ടോപ്പിക്കാണ് കുറച്ച് ടഫ്. ബാക്കിയുള്ളതൊക്കെ ഏത് ലെവലുള്ള ആളുകൾക്കും മാത്സ് അറിയാത്ത ആളുകൾക്കും പഠിച്ചെടുക്കാൻ പറ്റും. ഇത് കുറച്ചൊരു എഫേർട്ട് ഇട്ടാലേ നടക്കുകയുള്ളൂ. ഓക്കെ, അതിൽ മെൻ്റൽ എബിലിറ്റി അതേപോലെ 13 ടോപ്പിക് ഉണ്ട്. ഒക്കെ സിമ്പിൾ ടോപ്പിക്കുകളാണ്. അവസാനം ക്ലോക്കിൻ്റെ കാര്യത്തിലെ കുറച്ച് കാര്യങ്ങൾ ബൈഹാർട്ടാക്കേണ്ടതുള്ളൂ, കലണ്ടറിൻ്റെ കാര്യത്തിലും. ബാക്കിയുള്ളതൊക്കെ സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി LP-UPയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെയുള്ള ഒരുവിധ ഏരിയകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവിടെയുള്ള ടഫ് ഏരിയ ജാമിതി രൂപങ്ങളല്ലേ, അത് അവിടെയുണ്ട്. ഓക്കെ, അത് എന്താണ് സാംഖ്യകം, അവിടെ ഇല്ലാത്ത സാധനം ഇവിടെ ഉണ്ട്. സർവ്വസമവാക്യങ്ങൾ, മെട്രിക് അളവുകൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഇല്ലാത്തത് ഇവിടെ ചേർത്തിട്ടുമുണ്ട്. ഇപ്പോൾ രണ്ടും കൂടെ ചേർക്കണം. ഓക്കെ, ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യം ഇതേപോലെയാണ്. 10 മാർക്ക് LDC, LP-UP എത്ര മാർക്ക്? 10. രണ്ടിലും 10 മാർക്കാണ്. സിലബസ് ഏരിയ ഏതെടുക്കുക? LDC സിലബസ് എടുക്കുക. പ്ലസ് ഇതവിടെ എഴുതി വെച്ചാൽ മതി. ഡിറ്റർമിനേഴ്സും ലിങ്കേഴ്സും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ ബോധനശാസ്ത്രം, പെഡഗോഗിയും, ഇത്രയുമാണ് അഡീഷണൽ ഉള്ളത്. ഈ ടോപ്പിക്കുകളുടെ ചെറിയ രൂപങ്ങളൊക്കെ ചെറിയ ഭാഗങ്ങളൊക്കെയാണ് LDC സിലബസിലുള്ളൂ. വിശാലമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അതിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തന്നെ പഠിക്കണം. അപ്പോൾ LDC സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും ഗ്രാമർ, വൊക്കാബുലറി പ്ലസ് എന്ത് ചെയ്യണം? ഈ ടോപ്പിക്കുകൾ പഠിക്കണം. ഡിറ്റർമിനേഴ്സ്, ലിങ്കേഴ്സ്, പിന്നെ എന്താണ് എഡ്യൂക്കേഷണൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബോധനശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. ഇത് LDCയുടെ സിലബസാണ്. വൊക്കാബുലറി, ഗ്രാമറും വൊക്കാബുലറിയും. പിന്നെ LP-UPയുടെ സിലബസാണിത്. അതിൽ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ കൂടെയുണ്ട്. ഓക്കെ, 10 മാർക്കിനുള്ളതിൽ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ കൂടെ എഴുതി ചേർക്കണം. നമ്മൾ എന്താണ് പെഡഗോഗി കൂടാതെ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ കൂടെ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ബാക്കി ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ LDC പഠിക്കുന്നതാണ്. അതിൽ ലിങ്കേഴ്സ് അതേപോലെ ഡിറ്റർമിനേഴ്സ് പ്രത്യേകം ഒന്ന് നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം. പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ വരുന്നതാണ്. ഈ പറയുന്ന 5 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് നോക്കുക. ഇനി മലയാളത്തിൻ്റെ കാര്യത്തിൽ LDC 10, LP-UPയും സെയിം 10 മാർക്ക്. ഓക്കെ, ഇവിടെയാണ് സിലബസ് രണ്ടും കൂടി ചേർക്കേണ്ടി വരിക. ബാക്കിയുള്ള LDC സിലബസ് എടുത്തിട്ട് അതിൻ്റെ കൂടെ LP-UP സിലബസിൽ ഏതെങ്കിലും 1-2 ടോപ്പിക്കുകൾ എഴുതിയെടുക്കുകയല്ലേ ചെയ്തത്. പക്ഷെ മലയാളത്തിൻ്റെ സ്ഥിതി അതല്ല. മലയാളത്തിൻ്റെ LDC സിലബസും ക്രോപ്പ് ചെയ്യുക, LP-UP സിലബസും ക്രോപ്പ് ചെയ്യുക, രണ്ടും കൂടെ ചേർത്ത് ഒട്ടിച്ച് വെക്കണം മുന്നിൽ. എന്നിട്ട് അതിലുള്ള ഏരിയകൾ തീർക്കണം. കാരണം രണ്ടിലും കുറച്ച് വ്യത്യാസമുള്ള ഏരിയകളുണ്ട്. ഇതാണ് LDCയുടെ സിലബസ്. ഇതാണ് മലയാളത്തിൽ കൂടുതൽ ടോപ്പിക്കുകളും ഒരു വൊക്കാബുലറി ടച്ചുള്ള സാധനങ്ങളാണ്. വൊക്കാബുലറി ഏരിയകളാണ് കൂടുതലുള്ളത്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം തുടങ്ങി ചേർത്ത് എഴുതൽ വരെ, ഘടകപദം, വാക്യം ചേർത്ത് എഴുതൽ വരെ എത്ര ടോപ്പിക്ക്? 13 ടോപ്പിക്ക്. ഇതാ LP-UPയുടെ സിലബസ്. മറ്റതിനേക്കാളും കുറച്ചുകൂടെ വലിയ സിലബസാണ്. ഇവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. സാഹിത്യപരം, ഭാഷാപരം എന്നൊക്കെ പറഞ്ഞ് ബോധനശാസ്ത്രപരം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേക ഏരിയകളാക്കി മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലസ് ആണ്. രണ്ടും പ്രത്യേകം തന്നെ പഠിക്കണം. ഇനി LP-UPയിൽ മാത്രമുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. ഒന്ന് സൈക്കോളജിയാണ്, ഒന്ന് സോഷ്യോളജിയാണ്. LDCയിൽ ഇല്ല. LP-UPയിൽ ഒരൊറ്റ മാർക്കിന് ചോദിക്കും എന്ത്? സോഷ്യോളജി. 2 ടോപ്പിക്കാണ്, കുടുംബവും സാമൂഹികരണവും. 2 ടോപ്പിക്കുകൾ മാത്രമാണ് പഠിക്കാനുള്ളത്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്നുള്ള ഏരിയയിൽ LP-UPയിൽ 20 മാർക്കിനുള്ള ഏരിയയുണ്ട്. ഈ പലയിടങ്ങളിലും ഓഫ്ലൈൻ സെൻറ്ററുകളിലൊക്കെ നടക്കുക എന്താണ്? LDC ബാച്ച് ചേർന്നോ നിങ്ങൾ LP-UPൻ്റെ സൈക്കോളജി ക്ലാസ് കൂടെ തരുമെന്ന് പറയും. കിട്ടില്ല, നടക്കില്ല. LDC വലിയ സിലബസ് ഒക്കെ തന്നെയാണ്. പക്ഷേ LDC സിലബസ് മാത്രം പഠിച്ചാലും എന്ത് കിട്ടില്ല? നിങ്ങൾക്ക് LP-UP കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആ ടോപ്പിക്കുകൾ കൂടെ നല്ല പ്രാധാന്യം കൊടുത്ത് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 20 മാർക്കാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അതിൽ സിലബസിലുള്ള ഏരിയകൾ നിങ്ങൾക്കറിയാം, വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ടോപ്പിക്കുകൾ അവിടെ പഠിക്കാനുണ്ട്. ഇനി LP-UPയിൽ മാത്രമുള്ളത് ഏതൊക്കെയാണ്? സോഷ്യോളജിയും സൈക്കോളജി. എന്നാൽ LDCയിൽ മാത്രമുള്ള, അതായത് LP-UPയിൽ ഇല്ലാത്ത ഏരിയകളാണ് കേരള ഭരണ സംവിധാനം. 5 മാർക്കിനുണ്ട്. സംസ്ഥാന സിവിൽ സർവീസ് മുതൽ സാമൂഹിക സുരക്ഷിതത്വം വരെ പഠിക്കാനുണ്ട്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം വളരെ വിശദമായ സിലബസ് 5 മാർക്കിനുണ്ട്. ഏകദേശം LP-UPയിൽ സോഷ്യൽ സയൻസ് പഠിക്കുന്ന അത്രയും ഭാഗങ്ങൾ ഏകദേശം ഈ ടോപ്പിക്കിൽ മാത്രമുണ്ട് സിലബസിൽ. അതാണ് ഞാൻ പറഞ്ഞത്. LP-UP സിലബസിൻ്റെ GK സിലബസ് ഉണ്ടല്ലോ, GK ഭാഗം, സോഷ്യൽ സയൻസും ബേസിക് സയൻസും, അതിൻ്റെ ഒരു 3-4 മടങ്ങ് കാര്യങ്ങൾ ഏകദേശം LDC സിലബസ് പഠിക്കാനുണ്ട്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കാണ്. അതിൽ കല,
കായികം, സാഹിത്യം, സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേക ഏരിയകൾ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ കമ്പ്യൂട്ടറും LDCയിലേ ഉള്ളൂ, LPUPയിലില്ല. 3 മാർക്കിനായിട്ട് 5 മൊഡ്യൂളുകൾ കൊടുത്തിട്ടുണ്ട്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, പിന്നെ സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ എന്നിങ്ങനെ 5 മൊഡ്യൂളുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂളും പഠിക്കണം 3 മാർക്ക്. LDCക്ക് മാത്രമേ ഉള്ളൂ. അതേപോലെ സുപ്രധാന നിയമങ്ങളും LPUPക്ക് പഠിക്കാനില്ല, LDCക്ക് പഠിക്കാനുള്ള 5 മാർക്കാണ്, 5 മൊഡ്യൂളുകളാണ്. വിവരാവകാശ നിയമം, അതേപോലെ തന്നെ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻ, ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ, അതേപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ എന്നിങ്ങനെ 5 ഏരിയകൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. നല്ല ക്ലാസ്സിൻ്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയകളാണ്. ഓക്കെ, ഇത്രയുമാണ് LDCയിൽ മാത്രമായിട്ടുള്ളത്. ബാക്കിയുള്ളത് സോഷ്യോളജിയും സൈക്കോളജിയും LPUPയിൽ മാത്രമായിട്ടുള്ളത്. കോമൺ ആയിട്ടുള്ള ഏരിയകൾ ചരിത്രം മുതലുള്ളത് ഞാൻ പറഞ്ഞു. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങളുടെ പഠനം നടത്താൻ. ഇങ്ങനെയൊരു സിലബസ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് പഠിച്ച് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. രണ്ടും നേടാൻ പറ്റും. LDCയിലും ആദ്യ 10-നുള്ളിൽ, അതേപോലെ തന്നെ LPUPയിലും, LPSAയിലും UPSAയിലും രണ്ടിലും ആദ്യ 10-നുള്ളിൽ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ആദ്യ റാങ്ക് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതിലേത് ജോലി നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന എല്ലാ പരീക്ഷകളും എല്ലാം അപ്ലൈ ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കാത്ത എല്ലാം അപ്ലൈ ചെയ്തിട്ടേക്കുക, പോയിട്ട് എഴുതുക. അത് നിർബന്ധമാണ്. നിങ്ങളുടെ യഥാർത്ഥ പരീക്ഷ, നിങ്ങളുടെ LPST അല്ലെങ്കിൽ നിങ്ങളുടെ UPST നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന മാക്സിമം PSC പരീക്ഷകൾ എഴുതുക, നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.